ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി ജൂൺ 22-ന് ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി ഈ മാസം 22-ാം തീയതി പമ്പയാറ്റിൽ നടക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നു കഴിഞ്ഞു. കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. 11:30-നാണ് നമ്മുടെ ഇവിടുത്തെ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ നടക്കുന്നത്. അതിനുശേഷം ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ കളക്ടർ 1:30 മണിക്ക് പതാക ഉയർത്തും. ഈ ജലോത്സവത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദാണ് നിർവഹിക്കുന്നത്. മത്സരങ്ങളുടെ വിജയികൾക്കുള്ള സമ്മാനം ദാനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട മാവേലിക്കര പാർലമെൻറ്റ് മെമ്പർ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP അവர்களാണ്. വള്ളംകളികൾക്ക് തുടക്കം കുറിക്കുന്ന ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് തുഴയെറിയാൻ ഇനി ഒരു നാൾ മാത്രം ബാക്കി. ജൂൺ 22 ശനിയാഴ്ച ചമ്പക്കുളത്ത് പമ്പയുടെ ഓളപ്പരപ്പിൽ രാജപ്രമുഖൻ ട്രോഫിക്കായി ഇക്കുറി 6 ചുണ്ടൻ വള്ളങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. അപ്പോൾ പമ്പയുടെ ഇരുകരകളും വള്ളംകളി പ്രേമികളെ കൊണ്ട് നിറയും. ആവേശമാകട്ടെ വാനോളം ഉയരും. കഴിഞ്ഞ വർഷം വനിതകൾ തുഴഞ്ഞ വള്ളം മറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശപ്രകാരം കർശന സുരക്ഷാ സംവിധാനമാണ് ഇക്കുറി ഒരുക്കിയിരിക്കുന്നത്. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 1:30-ന് കളക്ടർ അലക്സ് വർഗീസ് പതാക ഉയർത്തുന്നതോടെ ജലോത്സവത്തിന് തുടക്കമാകും. തുടർന്ന് ചേരുന്ന സമ്മേളനത്തിൽ കൃഷിമന്ത്രി പി പ്രസാദ് വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. തോമസ് കെ തോമസ് MLA അധ്യക്ഷനായിരിക്കും. കൊടിക്കുന്നിൽ സുരേഷ് MP വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്യും. ഡെപ്യൂട്ടി തഹസിൽദാർ S. സൂരജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി, ജലോത്സവ സമിതി ഭാരവാഹികളായ ജോസ് കാവനാട്, AV മുരളി, മുട്ടാർ ഗോപാലകൃഷ്ണൻ, അജിത് കുമാർ പിഷാരത്ത്, ജോപ്പൻ ജോയി വാരിക്കാട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ തത്സമയ ദൃശ്യങ്ങൾ KCV 32-ാം നമ്പർ സ്മാർട്ട് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ചമ്പക്കുളം ഗ്രാമം ആവേശത്തിലെത്തിക്കഴിഞ്ഞു. വള്ളംകളിക്ക് മുന്നോടിയായി നടത്തിയ വഞ്ചിപ്പാട്ട് മത്സരവും അതിന്റെ ഈണവും ഇവിടെ അലതല്ലി. പുരുഷന്മാർ, വനിതകൾ, കുട്ടികൾ എന്നിങ്ങനെ തരംതിരിച്ചായിരുന്നു വഞ്ചിപ്പാട്ട് മത്സരങ്ങൾ. ചമ്പക്കുളം ബസിലിക്ക ഓഡിറ്റോറിയത്തിൽ മുൻ MLA CK സദാശിവൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. ചമ്പക്കുളം ജലോത്സവത്തിന്റെ പ്രാധാന്യം മതസൗഹാർദ്ദവുമായി ബന്ധപ്പെട്ടതാണ്. മതസൗഹാർദ്ദത്തിന്റെ മഹനീയമായ സന്ദേശം വിളംബരം ചെയ്യുന്നതാണ് ചമ്പക്കുളം ജലോത്സവം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. നാനാജാതി മതത്തിൽപ്പെട്ടവരുടെ വൈദിക ശ്രേഷ്ഠന്മാരുടെ എല്ലാം അനുഗ്രഹത്തോടെ ആ പാർത്ഥസാരഥി വിഗ്രഹം ജലഘോഷയാത്രയോടെ ഇവിടെ നിന്ന് ആനയിച്ച സംഭവമെല്ലാം വീണ്ടും വീണ്ടും ഇവിടെ അയവിറങ്ങി 400 വർഷത്തിലേറെ. കൃത്യമായി പറഞ്ഞാൽ എത്ര വർഷമായി കാണും? 409 വർഷങ്ങൾക്ക് മുൻപ് നടന്നു. ആ സംഭവം ഇവിടെ അയവിറക്കുമ്പോൾ വാസ്തവത്തിൽ മതനിരപേക്ഷതയുടെ മഹനീയമായ ഓർമ്മകളാണ് നമ്മൾ അയവിറക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അത് വലിയ പ്രാധാന്യം. ഉദ്ഘാടന യോഗത്തിൽ ജലോത്സവ സമിതി കൺവീനർ ജോസ് കാവനാട് അധ്യക്ഷനായിരുന്നു. മുൻ MLA KK ഷാജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി മന്മഥൻ നായർ, TG ജലജകുമാരി, ജലോത്സവ സമിതി ഭാരവാഹികളായ AV മുരളി, മുട്ടാർ ഗോപാലകൃഷ്ണൻ, NK വേണുഗോപാൽ, അജിത് കുമാർ പിഷാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ബസിലിക്ക റെക്ടർ ഫാദർ ഗ്രിഗറി ഓണംകുളം വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. Andamma
കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ പിന്തുടർന്ന് കർഷകർക്ക് അനുകൂലമായി തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ബി.ജെ.പി. ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി.കെ. അരവിന്ദാക്ഷൻ. കേന്ദ്ര സർക്കാർ നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത്. കേന്ദ്ര സർക്കാർ ഓരോ പ്രാവശ്യവും നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് മൂലം അതിനനുസൃതമായ പ്രയോജനം കർഷകർക്ക് ലഭിക്കാറില്ലെന്ന് ടി.കെ. അരവിന്ദാക്ഷൻ പറഞ്ഞു. മങ്കൊമ്പിൽ KCV ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ മന്ത്രിസഭാ യോഗ തീരുമാനപ്രകാരം നെല്ലിന് താങ്ങുവില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് കേരളത്തിലെ, അതിലും വിശേഷ വളരെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന കുട്ടനാട്ടിലെ കർഷകരെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസമാണ്. നെല്ലിന് ₹1.17 വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആനുകൂല്യങ്ങൾ ശരിക്കും കർഷകർക്ക് കിട്ടേണ്ടതാണ്. കേന്ദ്ര ഗവൺമെൻറ് ഓരോ പ്രാവശ്യവും നെല്ലിന് താങ്ങുവില വർദ്ധിപ്പിക്കുകയും ആ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ആനുകൂല്യം യഥാർത്ഥത്തിൽ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്നില്ല, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടനാടൻ കർഷകർക്ക് കിട്ടുന്നില്ല. ഓരോ പ്രാവശ്യം കേന്ദ്ര ഗവൺമെൻറ് നെല്ല് വില വർദ്ധിപ്പിക്കുമ്പോൾ കേരളം ആനുപാതികമായി കേരള ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരുന്ന ആ വിഹിതം കുറയ്ക്കുകയാണ് ചെയ്തത്. മുൻകാലങ്ങളിൽ 2020-2019 കാലഘട്ടത്തിൽ ₹8.80 സംസ്ഥാന വിഹിതമായി നെല്ലിന് കൊടുത്തിരുന്നു. അത് ക്രമേണ കേന്ദ്ര ഗവൺമെൻറ് ഓരോ പ്രാവശ്യവും നെല്ലിന് വില വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് സംസ്ഥാന വിഹിതം കുറച്ചുകൊണ്ടാണിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ₹28 ചില്ലറ പൈസയാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത്. ഏതായാലും ഇന്നലെ നമ്മുടെ കർഷകർക്ക് അനുകൂലമായിട്ട് നരേന്ദ്രമോദി സർക്കാർ നെല്ലിന് താങ്ങുവില വർദ്ധിപ്പിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടും നൽകാതിരിക്കുന്ന തുക കൂടി ചേർത്ത് നൽകിയാൽ അത് കർഷകർക്ക് ഏറെ ഗുണകരമാകുമെന്നും അരവിന്ദാക്ഷൻ പറഞ്ഞു. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുസ്തകക്കൂടൊരുങ്ങി. ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ വായനാജാലകം തുറന്നു. ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിലെ OPയിൽ കാത്തിരിപ്പിന്റെ മുഷിപ്പിന് അറിവ് ആർജിക്കുന്നതിന്റെയും ആനന്ദത്തിന്റെയും വേളയാക്കാൻ പുതുവഴിയൊരുക്കി പുസ്തകക്കൂടിന് തുടക്കമായി. വായനാ ദിനാചരണത്തോടനുബന്ധമായി ചങ്ങനാശ്ശേരി നഗരസഭയുടെയും SB കോളേജ് മലയാള വിഭാഗത്തിന്റെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ പൊതു സംരംഭത്തിന് തുടക്കമായത്. OP വിഭാഗത്തിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പ്രായഭേദമന്യേ ആർക്കും വായിക്കാൻ ഉതകുന്ന വിധത്തിൽ വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, മാസികകൾ തുടങ്ങിയവ പുസ്തകക്കൂട്ടിൽ ഉൾപ്പെടുന്നു. ഡിജിറ്റൽ വായനയുടെ കാലത്ത് പുസ്തക വായനയുടെ സന്തോഷത്തെ പരിചയപ്പെടുത്താനും ഓർമ്മപ്പെടുത്താനും ഈ സംരംഭം ഉപകരിക്കുമെന്ന് പുസ്തകക്കൂട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നഗരസഭാ അധ്യക്ഷ ബീന ജോബി പറഞ്ഞു. ഏറെ ആവശ്യമായിട്ടുള്ള അവരുടെ സൗമ്യമായ ഒരു പരിചരണമാണ്. അപ്പോൾ അവരുടെ രോഗത്തിന് അസ്വസ്ഥമായി ഇവിടെ വന്ന് ഡോക്ടർമാരെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവർക്ക് ആ ഒരു അസ്വസ്ഥത മറക്കാനായിട്ട് അവർക്ക് പുസ്തകങ്ങളിലൂടെ, വായനയിലൂടെ അവരുടെ വേദനകൾ മറക്കാനായിട്ട് ഇവിടെ ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. ഇതിന് മുന്നേ മലയാളം വിഭാഗത്തിൻ്റെ എല്ലാ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും പ്രത്യേകിച്ച് SP പ്രിൻസിപ്പച്ചനോടും ഏറെ അഭിനന്ദനവും നന്ദി അറിയിക്കുകയാണ്. ശരിക്കും ഏത് ആരോഗ്യ നികേതനങ്ങളും മനുഷ്യർക്ക് സുഖം നൽകുന്നതിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഖ്യം നൽകുന്നതിലൂടെ ഒത്തിരിയേറെ പേരുടെ മനസ്സിന് സന്തോഷം നൽകുന്നു. അതുവഴി എല്ലാവർക്കും സന്തോഷവും സമാധാനവും ദൈവത്തിനൊക്കെ കുറേയേറെ മഹത്വവും ലഭിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ SB കോളേജ് പ്രിൻസിപ്പൽ ഫാദർ റജി P. കുര്യൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ഉപാധ്യക്ഷൻ മാത്യൂസ് ജോർജ്, ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ BK പ്രസീദ, SB കോളേജ് മലയാള വിഭാഗം അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് സ്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ചങ്ങനാശ്ശേരി SB കോളേജ് ഈ നഗരത്തിലും ഈ നാടിനും കേരളത്തിലും ഇന്ത്യക്കും എല്ലാം മാതൃകയായി പ്രവർത്തിക്കുന്ന സെൻട്രൽ ക്രൂസ് കോളേജ് ഏറ്റവും മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ചങ്ങനാശ്ശേരി ജനറൽ ഹോസ്പിറ്റലിൽ ഇവിടെ ആശ്രയിക്കുന്ന അനവധി ആളുകൾ, ഇവിടെ എല്ലാ ദിവസവും വന്നു പോകുന്ന ആയിരക്കണക്കിന് രോഗികളുണ്ട്. അവരേറെ സമയങ്ങളിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു വെയിറ്റിംഗ് കേന്ദ്രം കൂടിയാണിത്. തന്റെ പ്രശസ്തമായ കവിത കുട്ടികൾക്ക് മുന്നിൽ ആലപിച്ച കവി ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസസാധ്യമോ എന്ന് തുടങ്ങുന്ന ഗാനം കവി ഇഞ്ചക്കാട് ബാലചന്ദ്രനിൽ നിന്ന് കേട്ടപ്പോൾ കവിയുടെ ആലാപനത്തിനൊപ്പം കൈയടിക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ. അമ്പലപ്പുഴ നീർക്കുന്നം SDV ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന വായനാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ്
കവി ഇഞ്ചക്കാടൻ ബാലചന്ദ്രൻ തന്റെ പ്രശസ്തമായ കവിത വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട്, നമുക്ക് വായിക്കാൻ. ഏറ്റവും നല്ല പുസ്തകം, നമുക്ക് ഏറ്റവും വലിയ പുസ്തകം ഏതാണെന്ന് അറിയാമോ? നമുക്ക് വായിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പുസ്തകം ആർക്കെങ്കിലും പറയാമോ? നമുക്ക് വായിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പുസ്തകം അത് പ്രകൃതിയാണ്. ഏറ്റവും വലിയ പുസ്തകം നമുക്ക് ചുറ്റും എല്ലാ അറിവുകളുമായിട്ട് പ്രകൃതി നമുക്ക് സ്വാധീനമായിട്ടുണ്ട്. ആ പ്രകൃതിയെ വായിക്കുക എന്നാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഓരോ ചെടിയും, ഓരോ ഇലയും, ഓരോ പൂവും, ഓരോ മരവും, ഓരോ ജീവിയും നമുക്ക് ഒരുപാട് പാഠങ്ങൾ പറഞ്ഞു തരുന്നത്. ആ പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നമ്മളൊരു ജീവന്റെ കണികയിൽ ഒരു കണ്ണിയാണെന്ന് തിരിച്ചറിയാൻ ആദ്യം നമുക്ക് ചുറ്റും ജീവന്റെ ഒരു ഒഴുകം നടക്കുന്നുണ്ട്. ലോകത്തെ 70ഓളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഈ കവിത എഴുതിയ കവിയെ കണ്ടതിന്റെ അത്ഭുതത്തിലായിരുന്നു കുരുന്നുകൾ. ദിവസവും മൂളി നടക്കുന്ന പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ സന്ദേശം നൽകുന്ന കവിത കവി ചൊല്ലിയപ്പോൾ കുരുന്നുകളും കൂടെ പാടുകയായിരുന്നു. നല്ല വായനയിലൂടെ നല്ല മനുഷ്യരാകണമെന്ന് കവി പറഞ്ഞു. ഏറ്റവും വലിയ പുസ്തകമാണ് പ്രകൃതി. പ്രകൃതി ഓരോ പാഠവും നമുക്ക് നൽകും. പ്രകൃതിയിൽ നിന്ന് എല്ലാ അറിവുകളും ലഭിക്കുമെന്നും കവി കൂട്ടിച്ചേർത്തു. വായനാ ദിനത്തോടനുബന്ധിച്ച് ചേന്നഗിരി ദേവമാത ഹൈസ്കൂളിൽ നടത്തിയ പരിപാടികൾ വ്യത്യസ്തമായി. കുട്ടികൾ നിർമ്മിച്ച സാഹിത്യവൃക്ഷം വേറിട്ട കാഴ്ചയായി. മലയാളത്തിലെ പ്രശസ്തരായ സാഹിത്യകാരന്മാരുടെ ചിത്രങ്ങളും രചനകളും ഉൾപ്പെടുത്തിയായിരുന്നു കുട്ടികൾ സാഹിത്യവൃക്ഷം നിർമ്മിച്ചത്. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി പുസ്തകങ്ങൾ വായിച്ച് അറിവും അനുഭവവും പങ്കുവയ്ക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുന്ന അക്ഷരവാതിൽ എന്ന പരിപാടിയും ഉദ്ഘാടനം ചെയ്തു. പുസ്തകപ്പാട്ട്, സംസ്കൃത സംഘഗാനം, നൃത്താവിഷ്കാരം തുടങ്ങിയ പരിപാടികളും അരങ്ങേറി. പ്രധാന അധ്യാപകൻ ജോസഫ് ചാക്കോ, അധ്യാപകരായ ദീപ ജോസഫ്, മിനു സേവ്യർ, സോജൻ ചാക്കോ, എവ്ലിൻ ആന്റണി, ജിൻസ് മരിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെടുമുടി സൗത്ത് ഗവൺമെന്റ് UP സ്കൂളിൽ നടത്തിയ വായനാ ദിനാചരണ പരിപാടികൾ കുട്ടനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KG മോഹനൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ആ പുസ്തകം വായിക്കാൻ നമുക്ക് ഒരാളുകളെ പരിചയപ്പെടാം. അതിലേതെങ്കിലുമൊക്കെ രംഗത്ത് ശോഭിച്ചവരാണ്. അപ്പൊ അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാം. അത് എഴുതിയിരിക്കുന്ന ആള് രാമകരിക്കാരൻ, മനസ്സിലായി? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പുസ്തകങ്ങളും ആളുകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം. പിന്നെ നിങ്ങളുടെ കലാ സാഹിത്യ അഭിരുചികൾ വളർത്തുന്നതിനുള്ള ഒരു വേദിയാണ് എനിക്കറിയാം വിദ്യാലയ കലാസാഹിത്യ വേദി. അപ്പൊ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും പണിക്കറെ നമ്മുടെ വായനാ പട്ടാചരണത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചതായി ഇവരെല്ലാം അനുഭവത്തോട് പ്രഖ്യാപിക്കുന്നു. യോഗത്തിൽ PTA പ്രസിഡന്റ് R രണദേവി അധ്യക്ഷനായിരുന്നു. ഹെഡ്മാസ്റ്റർ NG ദിനേശ് കുമാർ, മദർ PTA പ്രസിഡന്റ് നീത ജനീഷ്, സ്റ്റാഫ് സെക്രട്ടറി VP ജസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. കായംകുളം നോർത്ത് സൗത്ത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികം വിപുലമായി ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാരുണ്യസ്പർശം എന്ന പേരിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും ജൂലൈ 18-ന് നടത്തും. ഉമ്മൻചാണ്ടി സാറിന്റെ 1ാം ചരമവാർഷികം ജൂലൈ മാസം 18-ാം തീയതി കേരളത്തിലും കേരളത്തിന് വെളിയിലും ലോകത്തുള്ള എല്ലാ മലയാളികളും ആചരിക്കുന്ന ദിവസമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ, യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി കായംകുളത്ത് ഉമ്മൻചാണ്ടി സാറിൻ്റെ 1ാം ചരമവാർഷിക ദിനവും അതിനോടനുബന്ധിച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പും നടത്തുവാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ ബഹുമാന്യനായ നേതാവ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ജീവിത കാലഘട്ടങ്ങളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തെ, അദ്ദേഹത്തിൻ്റെ
മരണത്തിന് ശേഷവും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു വലിയ ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് പാർട്ടി ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജൂലൈ 18 രാവിലെ 9 മുതൽ കായംകുളം ഖദീഷ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ പ്രമുഖ ആശുപത്രികളായ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ, കോഴിക്കോട് MVR ക്യാൻസർ സെന്റർ, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, ഡോക്ടർ ഉമ്മൻസ് ഐ ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ക്യാമ്പ്. ജീവിതശൈലി രോഗങ്ങൾ, ജനറൽ മെഡിസിൻ, നേത്ര പരിശോധന, മാമോഗ്രാം ടെസ്റ്റ് അടക്കമുള്ള ക്യാൻസർ നിർണയ പരിശോധനകളും ക്യാമ്പിൽ നടത്തും. മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കും. വൈകുന്നേരം 4-ന് ചേരുന്ന അനുസ്മരണ സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലെ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും. മെഡിക്കൽ ക്യാമ്പിനുള്ള രജിസ്ട്രേഷന് ജൂൺ 25 മുതൽ ജൂലൈ 10 വരെ സൗകര്യമൊരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ആലപ്പുഴ നഗരസഭ ആരോഗ്യ വിഭാഗം വിവിധ ഹോട്ടലുകളിൽ മിന്നൽ പരിശോധന നടത്തി. വൃത്തിഹീനമായ സാഹചര്യങ്ങൾ കണ്ടതിനാൽ കട അടപ്പിക്കുന്നതുൾപ്പെടെയുള്ള നടപടികളാണ് അധികൃതർ സ്വീകരിച്ചത്. ചാത്തനാട് വാർഡിൽ മാത്യു ജേക്കബിന്റെ ഉടമസ്ഥതയിലുള്ള ബർഷബ ചപ്പാത്തി മേക്കിംഗ് സ്ഥാപനത്തിന്റെ അടുക്കളയും പരിസരവും മാലിന്യങ്ങളും മലിനജലവും നിറഞ്ഞ നിലയിലാണെന്ന് അധികൃതർ കണ്ടെത്തി. മലിനജല ടാങ്ക് പൊട്ടിയൊലിച്ച് പരിസരമാകെ മലിനജലം വ്യാപിച്ചിരിക്കുകയാണ്. തൊഴിലാളികൾ മാസ്ക്, ആപ്രോൺ എന്നിവ ധരിച്ചിരുന്നില്ല. പാചക ഷെഡ് അനധികൃതമായി നിർമ്മിച്ചതാണെന്നും കണ്ടെത്തി. സ്ഥാപനത്തിന് ലൈസൻസും ലഭിച്ചിരുന്നില്ല. ഈ കാരണങ്ങളാൽ അധികൃതർ സ്ഥാപനം അടപ്പിക്കുകയായിരുന്നു. ഈ സ്ഥലത്ത് തന്നെയുള്ള സുരേഷ് എന്ന ആളിന്റെ ഉടമസ്ഥതയിലുള്ള YMCA കോമ്പൗണ്ടിലെ ഹോട്ടലിൽ ഫ്രിഡ്ജിനുള്ളിൽ ആഹാര സാധനങ്ങൾ ഒന്നിച്ച് സൂക്ഷിച്ചിരിക്കുന്നതായി കണ്ടെത്തി. അടുക്കളയും വാഷ് ബേസിനും വൃത്തിഹീനമായ നിലയിലായിരുന്നു. പാചകം ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഭക്ഷണാവശിഷ്ടങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതായി കണ്ടെത്തി. കടയ്ക്ക് ലൈസൻസ് ഇല്ലെന്നും പരിശോധനയിൽ ബോധ്യമായി. പൊതു ശുചീകരണ ന്യൂനതകൾ പരിഹരിക്കുന്നതിനും ലൈസൻസ് എടുക്കുന്നതിനും കട ഉടമയ്ക്ക് അധികൃതർ നോട്ടീസ് നൽകി. ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്യാംകുമാർ, PHIമാരായ O സാലിൻ, AJ ജസീന, B ഷാലിമ എന്നിവരായിരുന്നു പരിശോധനയിൽ പങ്കെടുത്തത്. ഫാദർ മാർട്ടിൻ വാഴച്ചിറ CMI വിട പറഞ്ഞിട്ട് 7 വർഷം തികയുന്നു. 7ാം ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവും ജൂൺ 22, 23 തീയതികളിലായി നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബഹുമാനപ്പെട്ട മാർട്ടിൻ വാഴച്ചിറ അച്ഛൻ മരണമടഞ്ഞിട്ട് ഈ 22-ാം തീയതി 7 വർഷം തികയുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുവാനായിട്ട് നമ്മൾ അന്ന് മുതൽ എല്ലാ വർഷവും കുളങ്ങുന്ന് സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ഒരു അനുസ്മരണ യോഗം നടത്താറുണ്ട്. അന്ന് ഒരു വിശുദ്ധ കുർബാനയുണ്ട്. ചെത്തിപ്പുഴ പള്ളിയിലാണ് അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത്. ചെത്തിപ്പുഴ പള്ളിയിൽ ആ ദിവസം വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ്. ഈ വർഷവും അദ്ദേഹത്തിൻ്റെ 7ാം ചരമവാർഷികമാണ്. ഈ വർഷം ഇതുപോലെ തന്നെ ജൂൺ 22-ാം തീയതി ചെത്തിപ്പുഴ പള്ളിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമുള്ള വിശുദ്ധ കുർബാനയും ഒപ്പീസും ഉണ്ടായിരിക്കുന്നതാണ് രാവിലെ 7 മണിക്ക്. 23-ാം തീയതി ഞായറാഴ്ച 4 മണിക്ക് കുളുങ്ങുന്ന് ഫൊറോന പള്ളിയിൽ വെച്ച് മാർട്ടിൻ അച്ഛനോടൊപ്പം വിശുദ്ധ കുർബാന അർപ്പിച്ച അദ്ദേഹത്തിൻ്റെ സഹപാഠികളായ വൈദികർ ചേർന്ന് അദ്ദേഹത്തിന് വേണ്ടി കുർബാന അർപ്പിക്കുന്നു. തുടർന്ന് കുളുങ്ങുന്ന് പള്ളിയിൽ നടക്കുന്ന യോഗത്തിൽ മറ്റേ ഫൊറോന വികാരിയുടെ അധ്യക്ഷതയിൽ അനുസ്മരണ യോഗം നടക്കുന്നതാണ്. അച്ഛന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള ചെത്തുപുഴ തിരുഹൃദയ ദേവാലയത്തിൽ ജൂൺ 22-ന് രാവിലെ 7-ന് വിശുദ്ധ കുർബാനയും മറ്റു തിരുക്കർമ്മങ്ങളും നടത്തും. ചെത്തുപുഴ സെമിനാരി റെക്ടർ ഫാദർ ലൂക്ക ചാവറ CMI മുഖ്യ കാർമ്മികത്വം വഹിക്കും. ജൂൺ 23-ന് അച്ഛന്റെ ഇടവക ദേവാലയമായ പുളിങ്കുന്ന് വലിയ പള്ളിയിൽ വൈകുന്നേരം 4-ന് വിശുദ്ധ കുർബാനയും തുടർന്ന് പാരിഷ് ഹാളിൽ അനുസ്മരണ സമ്മേളനവും ചേരും. പുളിങ്കുന്ന് ഫൊറോന വികാരി ഫാദർ ടോം പുത്തങ്കളത്തിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന അനുസ്മരണ സമ്മേളനം ചിത്തിപ്പുഴ പ്ലാസിഡ് വിദ്യാവിഹാർ പ്രിൻസിപ്പൽ ഫാദർ സ്കറിയ എതിരേറ്റ് CMI ഉദ്ഘാടനം ചെയ്യും. പുളിങ്കുന്ന് സെന്റ് സെബാസ്റ്റ്യൻ ആശ്രമം പ്രിയോർ ഫാദർ ജോസ് കോനാട്ട് CMI അനുസ്മരണ പ്രഭാഷണം നടത്തും. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ പുളിങ്കുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് രാമമന്ദിരം, പഞ്ചായത്ത് അംഗങ്ങളായ ജോഷി കൊല്ലാറ, മനോജ് കാനാച്ചേരി, പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികളായ ജോൺ C ടിറ്റോ, ടോം നടുവിലേടം, ഷാറൂൺ ടിറ്റോ എന്നിവർ പങ്കെടുത്തു. 2017 ജൂൺ 23-ന് സ്കോട്ട്ലൻഡിൽ ദുരൂഹ സാഹചര്യത്തിലായിരുന്നു ഫാദർ മാർട്ടിൻ വാഴച്ചിറയുടെ നിര്യാണം. അമ്പലപ്പുഴ 1632 നമ്പർ NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടത്തി. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പും പഠനോപകരണങ്ങളും യോഗത്തിൽ വിതരണം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്തത്.
കരയോഗം ഹാളിൽ ചേർന്ന പൊതുയോഗം NSS അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P. രാജഗോപാല പണിക്കർ ഉദ്ഘാടനം ചെയ്തു. അനാചാരങ്ങൾക്കെതിരെ നമ്മൾ പോരാടുമെങ്കിലും ഇന്നിപ്പോൾ ആചാരങ്ങൾ അത്യാവശ്യം നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും നിലനിർത്താൻ വേണ്ടിയിട്ടും നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടി വന്നു. ഒരു പരിധിവരെ അത് നേടിയെടുക്കാൻ സാധിച്ചു. അങ്ങനെ പൊതുവെ പറഞ്ഞാൽ നമ്മളുടെ സാമൂഹ്യ രംഗത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന ഇതേ ഉള്ളൂ, നായർക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും ആവശ്യപ്പെടുന്നില്ല, നായർ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുത്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇതര സമുദായങ്ങൾക്ക് യാതൊരു ക്ഷോഭം വരത്തക്കത്ത രീതിയിലുള്ള യാതൊരു പ്രവർത്തനവും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നത് തന്നെ അത് തന്നെയാണ്. ഞാൻ നായർ സമുദായത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമെന്നും തദവസരത്തിൽ ഇതര സമുദായങ്ങൾക്ക് മതങ്ങൾക്കോ ക്ഷോഭകരമായിട്ടുള്ള യാതൊരു പ്രവൃത്തിയും ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് പ്രാവർത്തികമായി വരുന്ന ഒരു സംഘടന. അതുപോലെ തന്നെ നമ്മളുടെ കൊടിയടയാളം കലപ്പയും വാളും. യോഗത്തിൽ കരയോഗം പ്രസിഡന്റ് VJ ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു. NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി N. രാജ്നാഥ് സ്കോളർഷിപ്പ്, പഠനോപകരണങ്ങൾ, ചികിത്സാ സഹായം എന്നിവയുടെ വിതരണം നിർവഹിച്ചു. കരയോഗം സെക്രട്ടറി C. ശശികുമാർ റിപ്പോർട്ടും ട്രഷറർ G. പുരുഷോത്തമ പണിക്കർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് CR ശ്രീകുമാർ, ജോയിന്റ് സെക്രട്ടറി സന്തോഷ് K. പിള്ള എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6620 രൂപ, പവന് 52,960 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.